ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് ബാത്റൂമാണ്. സംഭവം എന്താ വെച്ചാൽ ഒട്ടുമിക്ക ഗേൾസും പറയുന്നുണ്ട് ബാത്റൂമിൽ പോകുമ്പോൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന അവിടെ യൂറിൻ ഉണ്ടാകാറുണ്ട്. ഇത് ഡേ 1 മുതൽ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. അന്ന് അനുമോളായിരുന്നു ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. നൂറയൊക്കെ പറയുന്നുണ്ട് ഒരെണ്ണത്തിനും വൃത്തിയെന്ന് പറയുന്നതില്ല. എന്നെല്ലാം പറയുമ്പോൾ ലെവിൻ പറയും അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇങ്ങനെ ചെയ്യാം. അതായത് ആ എൻഡിങ്ങിൽ വരുന്ന ബാത്റൂം, ഡ്രസ്സിംഗ് റൂമിന്റെ തൊട്ടടുത്ത് വരുന്ന ആ ഒരു ബാത്റൂം, അത് ബോയ്സിനും അതിന്റെ നടുവിൽ വരുന്ന ബാത്റൂം ഗേൾസിനും യൂസ് ആക്കാം. അതാവുമ്പോ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആര്യനും അക്ബർ എല്ലാ ബോയ്സും അത് ഓക്കെ, അത് നല്ല തീരുമാനം എന്നെല്ലാം പറയുമ്പോൾ ഗേൾസ് പറയുന്നുണ്ട് അത് പറ്റില്ല, ആ തറ്റത്ത് വരുന്ന ബാത്റൂം ഞങ്ങൾക്ക് വേണം, അതിനടുത്തുള്ള ബാത്റൂം നിങ്ങൾ എടുത്തോ എന്നെല്ലാം പറഞ്ഞ് അതിന്റെ പേരിൽ അവിടെ ഒരു ചെറിയ വാക്കുതർക്കം എല്ലാം നടക്കുന്നുണ്ട്. നൂറയൊക്കെ പറയുന്നുണ്ട് ഡ്രസ്സിംഗ് റൂമിന്റെ അടുത്തുള്ള ബാത്റൂം ഞങ്ങൾക്ക് തന്നെ വേണം, കാരണം ആ നടുവിലുള്ള ബാത്റൂമിലാണ് എപ്പോഴും യൂറിൻ ഉണ്ടാവാറുള്ളത്, അത് നിങ്ങൾ തന്നെ എടുത്തോ എന്നെല്ലാം പറയുമ്പോൾ എല്ലാവരും ഒടുക്ക ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സിംഗ് റൂമിന്റെ തൊട്ടടുത്ത് വരുന്ന ബാത്റൂം ഗേൾസിനും അതിന്റെ അടുത്ത് നടുവിലായിട്ട് വരുന്ന ടോയ്ലറ്റ് ബോയ്സിനും എന്നിങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നൂറയും ആര്യനും പോയിങ്ങാണ്ട് ബാത്റൂമിൽ ലിപ്സ്റ്റിക് എന്തോ വെച്ചുകൊണ്ട് ബാത്റൂമിൽ ഗേൾസ് ബോയ്സ് എന്നെല്ലാം എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായി. ഈ ഒരു ഒപ്പീനിയൻ ഡേ 1 തന്നെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് കുറെ പേരുള്ളത് കൊണ്ട് തന്നെ ആർക്കും അതിൽ ഓക്കെ അല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ തീരുമാനമായിട്ടുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.